ചെർപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ 100 വർഷങ്ങളായി വഴിപാട് കാളയെ കെട്ടിയെഴുന്നള്ളിക്കുന്ന വലിയ പറമ്പിൽ കുടുംബാംഗം ശിവശങ്കരനെ അനുമോദിച്ചു. മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരന് അവന്റെ വീടിനടുത്തുള്ള അല്ലെങ്കിൽ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ ചെന്ന് ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്ന് പ്രതിഷ്ഠയുടെ മുമ്പിൽ ചെന്ന് കണ്ണടച്ച് നിന്ന് ധ്യാനിക്കുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ് ഈശ്വരാംശം, ആ എനർജി സ്വല്പം കിട്ടുക. അതിനുവേണ്ടിയാണ് ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ വേണ്ടത്. അപ്പൊ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് സാധാരണ മനുഷ്യന് അവന്റെ എല്ലാ വികാരങ്ങളും പങ്കുവയ്ക്കാൻ, പ്രതിഷ്ഠകളുടെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ, അവൻ അർച്ചനകൾ നടത്താൻ, പ്രാർത്ഥനകൾ നടത്താൻ മനുഷ്യന് വേണ്ടി സ്ഥാപിച്ചതാണ് ക്ഷേത്രങ്ങളെല്ലാം. ജാതിയും മതമൊക്കെ പിന്നീടുണ്ടായതാണ്. പിന്നീട് അതിന്റെ ഉഗ്രതയിൽ ചില ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന അവസ്ഥ വരെ ചിലർ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുകയുണ്ടായി. അതിനൊക്കെ ജനാധിപത്യ സർക്കാരുകൾ നിയമം കൊണ്ടുവന്നിട്ടാണ്, സാമൂഹ്യ പരിഷ്കർത്താക്കൾ വലിയ സമരം നയിച്ചിട്ടൊക്കെയാണ് പിന്നീട് എല്ലാ മനുഷ്യർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം വരെ കിട്ടിയത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി സ്ഥാപിതമായ ക്ഷേത്രങ്ങൾ നാട്ടിൽ കലകളെ പ്രോത്സാഹിപ്പിക്കേണ്ട, ശാസ്ത്രത്തെ വികസിപ്പിക്കേണ്ട, മനുഷ്യ നന്മയെ പ്രോത്സാഹിപ്പിക്കേണ്ട, അതിനെ വികസിപ്പിക്കേണ്ട ബാധ്യത ഏറ്റെടുക്കേണ്ട ക്ഷേത്രങ്ങൾ മറ്റു പല താല്പര്യങ്ങൾക്കുമായി വിനിയോഗിക്കപ്പെടുന്നു എന്നുള്ളത് അതും ഈ ഒരു കെട്ടകാലത്തിന്റെ ഒരു അവസ്ഥയായിട്ട് നമുക്ക് കാണേണ്ടി വരും. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം.ആർ. മുരളി വി.പി. ശിവശങ്കരന് ആദരമുദ്ര സമ്മാനിച്ചു. നഗരസഭാ അധ്യക്ഷൻ പി. രാമചന്ദ്രൻ അധ്യക്ഷനായി. കെ.ബി. രാജാനന്ദ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭാംഗം പി. അബ്ദുൽ ഗഫൂർ, ദേവസ്വം ബോർഡ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് പി. കെ. ഗംഗാധരൻ, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ കെ.ബി. രാജേന്ദ്രൻ, കെ. ബാലകൃഷ്ണൻ, വി.പി. ശങ്കരൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ വി.എസ്. അനന്തു, കാള വർക്കേഴ്സ് ഭാരവാഹികളായ ഒ.പി. ബാലൻ, കൃഷ്ണദാസ് കണയം തുടങ്ങിയവർ സംസാരിച്ചു. CCN ചെർപ്പുളശ്ശേരി.